എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയുമായി ബന്ധപ്പെട്ട് നാടകീയതകൾക്ക് അവസാനമില്ലെന്നാണുള്ളതാണ് വാർത്ത വരുന്നത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞ കലാരാജുവിനെ ഇപ്പോൾ എവിടേക്ക് കൊണ്ടുപോയെന്ന് അറിയില്ലെന്ന് മക്കൾ പറയുന്നു. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു, എന്നോട് ചെല്ലാമെന്ന് ചോദിച്ചു വീട്ടിലേക്കല്ല ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക്. അവിടുന്ന് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞില്ല എങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അമ്മയുടെ ഫോൺ ഓഫാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്ന് മെഡിക്കൽ എടുക്കണം എന്തായാലും അമ്മയുടെ. കാരണം ഇവിടുന്ന് രാവിലെ കൊണ്ടുപോയി ഉന്തി തള്ളിയാണ് വണ്ടിക്ക് കയറിക്കൊണ്ട് പോയേക്കുന്നത്. എനിക്ക് മെഡിസിൻ എടുക്കുന്ന ആളാണ്, സുഖമില്ലാത്ത ആളാണ്, മെഡിസിൻ എടുക്കുന്ന ആളാണ്, വീസിംഗ് പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഉന്തും തള്ളിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാൽ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് പറയുന്നു. മുനിസിപ്പാലിറ്റി അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കലാരാജു എവിടെയുണ്ടെന്ന് അറിയില്ലെന്നും സണ്ണി കുര്യാക്കോസ് പറഞ്ഞു. ഇതിനിടെ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് CPM പ്രവർത്തകർ പ്രകടനമായി എത്തി. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, രാവിലെ മുതൽ ഇങ്ങനെ ഒരു പരാതിയുമായി മക്കൾ രംഗത്ത് വരുന്നു. കലാരാജുവിനെ കൗൺസിലറെ കാണാനില്ല എന്നുള്ളത് ഇതിലും ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിൽ CPM എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? മേഖല, ഇന്ന് രാവിലെ മുതലുള്ള നാടകീയത അതിപ്പോഴും തുടരുകയാണ്. എന്നാൽ മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം കൂടിയായിരുന്നു. LDFന് 13, UDFന് 12. അതിനു പുറമെ ഇപ്പോൾ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണുകയാണ്. മേഘന, അവരുടെ നിലപാട് കൂടി ഈ കാര്യത്തിൽ വ്യക്തമാക്കും. രാവിലെ മുതൽ UDF കനത്ത പ്രതിഷേധത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോഴും എവിടെയാണ് ഈ കലാരാജു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് ഇനി മുന്നോട്ട് പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ UDFന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം കൂടിയാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നടക്കമുള്ള ആവശ്യമാണ് മക്കൾ മുന്നോട്ട് വെച്ചത്. അതിനിടെയാണ് അല്പസമയം മുമ്പ് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പാർട്ടി പ്രവർത്തകരുടെ തന്നെ കാറിൽ ഈ കൗൺസിലർ പുറത്തേക്ക് പോയത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു വ്യക്തത ഇല്ലാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ആശുപത്രിയിലേക്കാണ് കൗൺസിലർമാർ തന്നെ ഈ CPM നേതാക്കൾ തന്നെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. അതിൽ പക്ഷേ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ എന്തായാലും CPM നേതാക്കൾ തന്നെ, അനൂപ് ജേക്കബ് MLA അടക്കമുള്ളവർ തന്നെ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്.